ഓ, അപ്പോ സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള നാടകം മാത്രമല്ല ഇത്. സ്വർണം തിരിച്ചു കിട്ടണം, അത് കട്ട ചന്ദ്രയെ കൊടുക്കണം. ചന്ദ്രയെ മാത്രം കൊടുക്കാ പോരാ, ചന്ദ്ര ഇതിനൊക്കെ സഹായിച്ച ഒരാളുണ്ട്, ആ ആളെയും കൊടുക്കണം. വല്ല സൂചനയുണ്ടോ അയാളെക്കുറിച്ച്? ഇതുവരെ ഇല്ല. വിഷ്ണു അകത്താണല്ലോ, അല്ലെങ്കിൽ അവനെ സംശയിക്കായിരുന്നു. പിന്നെ സംശയിക്കാവുന്നത് ശരത്തിനെയാ. ഒരു സംശയം വേണ്ട, അവൻ തന്നെ ആള്. അല്ലാതെ വേറെ ആർക്കും ഇതിനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. ബോധം പോയ പ്രേമേച്ചിയെ കുറെ ദിവസം തടവില് പാർപ്പിച്ചില്ലേ, അതിവനെ കൊണ്ടല്ലേ പറ്റൂ. തങ്കച്ചി വിചാരിച്ചാലും സാധിക്കില്ലേ? ഇത് തങ്കച്ചിയല്ല ചേച്ചി, ഇവൻ തന്നെയാ ശരത്ത്. അതൊന്ന് ഉറപ്പിക്കണം. എന്നിട്ട് വേണം പ്രേമേച്ചിക്ക് അഭിനയം ഒന്ന് അവസാനിപ്പിക്കാൻ. സ്വർണം രണ്ടുപേരും വിറ്റിരിക്കാനാ സാധ്യത. എന്നിട്ട് ആ കാശ് വല്ല ബാങ്കിലും ഇട്ടിട്ടുണ്ടാവും. കട്ട മുതല് അങ്ങനെ വിൽക്കാൻ പാടില്ലല്ലോ. ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ശരത്തിന്റെ നാവിന്ന് തന്നെ സത്യം പുറത്തു കൊണ്ടുവരാനുള്ളൊരു വഴിയാണ്. ട്രാപ്പിൽ പെടുത്തിയല്ലാതെ ഇതൊന്നും തെളിയിക്കാൻ നമുക്ക് പറ്റില്ല. ചേച്ചി എന്ത് ചെയ്യാനാ പോകുന്ന? പ്രഷർ ചെയ്യും, സാമ്പത്തികമായിട്ട് അവനെ സമ്മർദ്ദത്തിലാക്കും. എനിക്കറിയാവുന്ന ശരത്തിന്റെ കയ്യിൽ 5 പൈസയില്ല. എവിടെന്നെങ്കിലും അവൻ കാശ് ഒപ്പിച്ചോണ്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാലോ അത് പ്രേമിച്ചിട്ട് സ്വർണം വിറ്റ കാശാന്ന്. ശ്രമിച്ചു നോക്കാം. വിജയിച്ചാ വിജയിച്ചു. വിജയിക്കും ചേച്ചി, വിജയിക്കണം. അവൻ തോക്കുകയും വേണം. അത് പലരുടെയും ആവശ്യം. ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കൂ, റിസൾട്ട് ഉണ്ടാവും.